ഇപ്പോഴും അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷൂട്ടിങ്ങിന്റെ തിരക്കിലൊക്കെ ആയി പലയിടങ്ങളിലായി പോയ ആളുകളുണ്ടാകും. പക്ഷേ ഇന്നിപ്പോ 10 മണിക്കുള്ളിൽ എത്താൻ കഴിയാത്തവരുണ്ടാകും. അവർക്ക് ഇനിയിപ്പോൾ അതിനുശേഷമൊക്കെ വീട്ടിലെത്തി മക്കളെയൊക്കെ കണ്ട് ഭാര്യയെ കണ്ട് മടങ്ങുകയായിരിക്കും ചെയ്യുക. ശരി, ജോസി ബാബു ഉണ്ട്. ജോസി തുടർന്നോളൂ. ജിൽസി, ഞാനിപ്പോൾ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഈ വീട്ടിലെ ഈ വഴി നമുക്കറിയാം, വഴി നിറച്ചും ആളുകളുടെ ആ തിരക്ക് കാണുമ്പോഴറിയാം ശ്രീനിവാസനെ എത്രത്തോളം മലയാള സിനിമയെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ സാധാരണക്കാർ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും ആളുകളുടെ ഒരു ഒഴുക്ക് ആ പ്രിയ നടനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടേക്ക് ഉണ്ട്. നമുക്ക് ചില സാധാരണക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കാണും. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നത്? ഇവിടെ ഉള്ള ആളുകൾ? ഞങ്ങളെല്ലാവരും 10 വർഷമായതേ ഉള്ളല്ലേ അദ്ദേഹം ഇവിടുത്തുകാരനായിട്ട്? അതെ, ഇവിടെ തന്നെയായിട്ടുള്ളത്. ഇവിടെ കൃഷിയും എല്ലാ സൗകര്യങ്ങളോടുകൂടി പിടിക്കുന്നല്ല ഇതൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ എപ്പോഴും ചിന്തയിലൊക്കെ വരുമോ? സിനിമയെ തമാശ ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ലെജൻസൊക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മൾ അവരെ ഓർക്കാറുള്ളത്. പക്ഷേ ശ്രീനിവാസനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ, ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു. ഒരുപാട് നന്ദി പറഞ്ഞു. ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ. സോ I don't know what else to say, but I hope he rests in peace. യെസ്, പാർവതി തിരുവോത്തും അവിടെ എത്തിയിരിക്കുന്നു. ഒരുപാട് പ്രമുഖരായ അഭിനേതാക്കളൊക്കെ ഈ സമയവും അദ്ദേഹത്തിൻ്റെ കണ്ടനാട്ട വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ജോസി, തുടരാം. ജിൽസി, സൈഫുദ്ദീൻ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. സാധാരണക്കാരുടെ ഒരു ഒഴുക്ക് ഇപ്പോഴും കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ പാർവതി പുറത്തേക്ക് പോവുകയാണ് വീട്ടിൽ നിന്നും. എന്തായാലും രാവിലെ എത്തിയ സൂര്യ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശ്രീനിവാസൻ്റെ വലിയൊരു ഫാനാണ്, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ് താൻ എന്നതാണ് സൂര്യ പറഞ്ഞത്. അതുപോലെ ജഗദീഷിൻ്റെയും ഏറെ വൈകാരികത്തെ ഉണർത്തുന്ന വാക്കുകളായിരുന്നു. ആദ്യത്തെ സിനിമാ അനുഭവം, തൻ്റെ രണ്ടാമത്തെ ചലച്ചിത്രത്തിൽ ആദ്യ തിരക്കഥാകൃത്തായി എത്തുന്ന ശ്രീനിവാസൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത് നാം കണ്ടതാണ്. പ്രശസ്ത സംവിധായകനായ ഹരിഹരൻ അടക്കമുള്ള ആളുകളും അല്പസമയം മുമ്പ് എത്തിയ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി വ്യക്തിത്വങ്ങളാണ് ശ്രീനിവാസന് അന്ത്യയാത്ര പറയാനായി ഈ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ കാരക്കൂട്ടിൽ ദാസൻ, അല്ലെങ്കിൽ തളത്തിൽ ദിനേശൻ, അങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ, വ്യക്തിത്വങ്ങൾ, ഡയലോഗുകൾ. നമുക്കെന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്നൊക്കെ പറയാത്ത സാധാരണക്കാരുണ്ടോ? അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വിശപ്പിൻ്റെയിലുണ്ട്, മീനവിയിൽ എന്തായോ എന്തോ, അങ്ങനെയൊക്കെ ഓരോ സാധാരണക്കാരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ നമുക്ക് കോട്ടയവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ കോട്ടയത്ത് പ്രധാനപ്പെട്ട മേലുകാവിലാണ് അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ സിനിമ ഷൂട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാവിലെ പത്രം നമുക്ക് വായിക്കാൻ കഴിയും. അവിടെയൊക്കെ സാധാരണക്കാർ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. എവിടെയും ഒരു സാധാരണക്കാരനായി സാധാരണ ചിന്തകൾ പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഇടത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്ന, ആവലാതികളെക്കുറിച്ച് സംസാരിക്കുന്ന, തൊഴിലില്ലായ്മയെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബത്തിലെ വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് കല്യാണ മന്ദിരത്തിലെ ഉർവശിയുടെ ഒക്കെ കഥാപാത്രമൊക്കെ ചെയ്ത കാഞ്ചന അദ്ദേഹത്തോടൊപ്പം ചെയ്ത് ആ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ വൈകാരിക കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആ സിനിമകളിൽ നമുക്ക് കാണാം. അതോടൊപ്പം ഇപ്പോൾ